ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ടയുടെ ഡിയോണ് വണ്ടി. ജനറൽ സർവീസ് അത്യാവശ്യം മെയിൻ്റനൻസ് വർക്ക് ഉണ്ടായ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ടൊന്ന് ഓപ്പൺ ആയിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ അഴുക്കും ചെളി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കഴുകി കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കുമ്പോൾ അറിയാം ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം തുരുമ്പാണ്. ഈ സൈഡൊക്കെ തുരുമ്പുണ്ട്, ഇതിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ചേസിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ തുരുമ്പാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഭാഗങ്ങളിലൊക്കെ തുരുമ്പുണ്ട്. ഈ ഫുഡ് റെസ്റ്റിൻ്റെ സൈഡൊക്കെ അത്യാവശ്യം തുരുമ്പാണ്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യാം. സൈഡ് സ്റ്റാൻഡൊക്കെ തുരുമ്പിലാണ് കേട്ടോ. അത്യാവശ്യം വേണ്ട ഭാഗങ്ങളൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടേക്കാം. കാരണം ഇത് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് അഴിച്ച് കഴുകിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ചെളി പിടിച്ചിരിക്കുമ്പോൾ നമ്മളറിയില്ല, മൊത്തം തുരുമ്പിട്ട് പോകണ്ടാവും. ആ തുരുമ്പിട്ട് പോയി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ സർവീസിലും ഒന്നും ചെയ്യണ്ട, വർഷത്തിലൊരിക്കൽ തന്നെ ഒന്ന് ഓപ്പണായിട്ട് ഇതേപോലെ ഒന്ന് അഴിച്ച് കഴിയിക്കുകയാണെങ്കിലുള്ള മെച്ചം എന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള ചിലവുകളില്ലാത്ത രീതിയിൽ. ഇപ്പോൾ ചേസിൻ്റെ ഒക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ തുരുമ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വെൽഡ് ചെയ്ത് പിടിച്ച് ഗ്യാസ് വെൽഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് വെൽഡിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഭാഗം ചൂടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വീണ്ടും തുരുമ്പ് കാര്യങ്ങൾ കയറും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് ഇതേപോലെ ഇടയ്ക്കൊന്ന് കഴുകണ സമയത്ത് ഇതേപോലെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്താണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട രീതിയിൽ നമ്മളത് ക്ലിയർ ചെയ്ത് ആ വലിയ മേജറായിട്ടുള്ള പ്രോബ്ലംസിലേക്ക് പോകാത്ത രീതിയിൽ നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിലവിൽ നമുക്ക് ആ തുരുമ്പ് വന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ശരിക്കും ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്താൽ ബോഡി സെറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വണ്ടി റെഡിയാക്കാം. ഇന്ന് വണ്ടി ബില്ല് ചെയ്യാവുന്നതാണ്. ബില്ല് ചെയ്ത് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. ഒരു ഉച്ച കഴിഞ്ഞിട്ട് 2 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ആക്കിയാൽ കേട്ടോ. അപ്പോൾ അതിന് ബില്ല് കാര്യങ്ങളൊക്കെ ബില്ലായി കഴിയുമ്പോൾ ഓൾറെഡി കോൺടാക്റ്റ് ചെയ്യും, എമൗണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ.